കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനെന്റെ ഹോംവർക്ക് ചെയ്തു തീർത്തു. ഞങ്ങളെ ഹോംവർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. ഹോംവർക്ക് എല്ലാം വേഗം എഴുതി തീർത്തിട്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് നിങ്ങള്. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കണ്ടിട്ടേ കിടക്കുള്ളൂ. നിനക്കെന്താ? നാളെ രാവിലെ നേരത്തെ എണീക്കണ്ടേ? ഞങ്ങൾ ലേറ്റായി എഴുന്നേക്കൂ. അതിന് നാളെ ഫെസ്റ്റിവൽ അല്ലേ, കൃഷ്ണ ജയന്തി അല്ലേ നാളെ. നാളെ സ്കൂളിൽ പോണ്ടല്ലോ, പിന്നെന്താ? അതിന് സ്കൂളിനെ പറ്റിയല്ലല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാ കൃഷ്ണ ജയന്തിക്കും എന്റെ അമ്മ എന്നെ ശ്രീകൃഷ്ണന്റെ വേഷത്തില് ഒരുക്കി നിർത്താറുണ്ട്. ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ വരച്ചിട്ട് അതിന്റെ മേളിൽ കൂടി എന്നെ നടത്തിക്കും അമ്മ. അതിനുശേഷം ഞാൻ ഉറിയടിച്ചിട്ട് ശ്രീകൃഷ്ണനെ പോലെ തന്നെ വേണ്ട പതിയെ എടുത്ത് കഴിക്കും. എന്താ നീ ഉറിയടിക്കുമെന്നോ? ഞങ്ങളുടെ നാട്ടില് എപ്പോഴും ഞാൻ തന്നെ ഉറിയടിക്കുന്നത്. അവിടെ ഫസ്റ്റ് വരുന്നത് എപ്പോഴും ഞാനാ. ഇപ്രാവശ്യം നീ വരത്തില്ല. അതെന്താ? ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. അതെന്താ? നിങ്ങൾ രണ്ടുപേരും കൃഷ്ണന്റെ വേഷം ഇടാൻ പോവാണോ? അല്ല, ഞങ്ങൾ ഗോപികമാരുടെ വേഷം ഇടാൻ പോകുന്നത്. അതെ, ഗേൾസ് എപ്പോഴും ഗോപികമാരുടെ വേഷം തന്നെ ഇടണം. നിനക്ക് ഗണപതിയുടെ വേഷം കിട്ടിയാൽ നന്നായിരിക്കും. അതെന്താ? 2 വലിയ കാതും ഒരു തുമ്പിക്കൈയും കൂടെ ഉണ്ടെങ്കിൽ നിന്നെ കാണാൻ കറക്റ്റ് ഗണപതിയെ പോലെയാ. എന്നെ കണ്ടാ അതേപോലെ ഒന്നും ആയിരിക്കില്ല. നാളെ എന്നെ രാവിലെ കൃഷ്ണന്റെ വേഷത്തിൽ കാണുമ്പോ നിങ്ങൾ എന്തായാലും സമ്മതിക്കും. ഞാൻ തന്നെ ഉറിയടിച്ച് ജയിക്കുകയും ചെയ്യും. നീ ജയിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങളെ ജയിക്കൂ. ചാലഞ്ച് ആണോ? ചാലഞ്ച്. ആ സ്വാമിയുടെ ആവരണമൊക്കെ എവിടെ കൊണ്ടുവച്ചേ? എന്താ അഖിൽ, ഡ്രസ് ഇട്ടുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഡ്രസ് കോരി കളഞ്ഞിട്ട് ജോലി ചെയ്യണോ? നമ്മുടെ കല്യാണത്തിന് മോൻ വാങ്ങി തന്ന ഡ്രസ്സായത്.
ഇതിൽ കറ വല്ലതും പറ്റിയാ എനിക്ക് വിഷമാവും. കറയാവാതെ എങ്ങനെ ജോലി ചെയ്യുന്ന പറയുന്നേ? നിങ്ങളെന്താ ചെറിയ കുട്ടിയാണോ ജോലി ചെയ്യുമ്പോ ഡ്രസ്സിൽ കറയാകാൻ? അതൊന്നും നീ എന്നോട് പറയണ്ട. ഞാനിപ്പോ വലിയ ആളാ. പിന്നെ ഇപ്പത്തെ കല്യാണവും കഴിഞ്ഞു. അങ്ങനെ കറയൊന്നും എന്റെ ദേഹത്താവില്ല. ഒരു പക്ഷെ പറ്റിയെന്ന് വെച്ചോ, നിന്നെ കൊണ്ട് തുണി എഴുവിക്കും. ആ എന്തിനാ എന്നെ വരട്ടുന്നേ? പിന്നെ നിങ്ങക്ക് നിങ്ങളെ കണക്ക് വലുതാണെങ്കിൽ എനിക്ക് എന്റെ കണക്കും വലുതാ. കണക്ക് പറയാനൊക്കെ ഇത് നിന്റെ അമ്മ നടത്തുന്ന കല്യാണമൊന്നും അല്ല, ഞങ്ങളുടെ വീട്ടിലെ ഫെസ്റ്റിവൽ ആടി ഇത്. എന്താണെങ്കിലും ശരി, നീ കല്യാണ ചെറുക്കനെ പോലെ ഉണ്ടാവണം. അതെങ്ങനെ കല്യാണ ചെറുക്കനായിട്ടിരിക്കുന്നേ? എന്ന് ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കും. എന്താ പറ്റാത്തെ? കൃഷ്ണന്റെ വേഷത്തിൽ എന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നീ കൃഷ്ണനായിട്ട്? ആ വിശ്വസിക്കില്ലേ? ചെറിയ പ്രായത്തിലേ ഞാൻ കൃഷ്ണനെ പോലെ തന്നെ ഇരുന്നേ. നിങ്ങള് രാമനാ, കൃഷ്ണനാകാൻ പറ്റില്ല. ഇതൊന്നും എന്നെ കൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല. എന്ത് ചെയ്താ സമ്മതിക്കും? എനിക്ക് കൃഷ്ണന്റെ വേഷം തന്നു നോക്ക്, അപ്പോഴേ നിനക്ക് മനസ്സിലാവും. വെറുതെ ഇതിനെ ഗെറ്റപ്പ് കിടന്ന് എനിക്ക് നിങ്ങളെ അറിയില്ലേ? നിനക്ക് എന്നെ അറിയില്ലെന്നാ പറഞ്ഞേ. എന്താണെങ്കിലും കണ്ടാലല്ലേ മനസ്സിലാവൂ. അങ്ങനെയാണെങ്കിൽ നിനക്കിപ്പോ കൃഷ്ണന്റെ ഗെറ്റപ്പ് ഇടണോന്നാണോ? വേറെ വഴിയില്ല. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. കോമഡി ആയിട്ടുണ്ടാക്കിൽ നീ സത്യം പറയും. കൃഷ്ണനെ പോലെ തന്നെ ഉണ്ട്. നീ എന്തോ കൊള്ളിച്ചു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ നിനക്കത് താങ്ങാനാവില്ല. കള്ളം പറയുന്നത് എപ്പോഴും ഭംഗി. ബോബി, ബോബി. മാഡം പറഞ്ഞോളൂ. മാഡം പൂജയ്ക്ക് സമയമായി, എല്ലാരും റെഡിയായോ? ജയന്തി, പൂജയ്ക്കുള്ളതെല്ലാം തയ്യാറായോ? ആയിക്കൊണ്ടിരിക്കുന്നു. അല്ല, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. സുമംഗലെ മാത്രം കാണുന്നില്ലല്ലോ. രാവിലെ മുതൽ ഞാനും കണ്ടില്ലല്ലോ സർ. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആദ്യം മുമ്പിൽ തുള്ളിച്ചാടുന്നത് ഏട്ടത്തിയാണല്ലോ. നല്ലൊരു ദിവസമായിട്ട് എവിടെ പോയി? ബോബി, അവള് മുറിയിലുണ്ടോന്ന് ചെന്ന് നോക്കി. ശരി സർ. ആ, സമയമായി വരുന്നു. നീ വേഗം ജോലി തീർക്കും ജയന്തി. ശരി ഏട്ടാ. സുമംഗല മാഡം, സുമംഗല മാഡം, നിങ്ങൾ അകത്തുണ്ടോ? എന്താ മാഡം നിങ്ങൾ ഈ വേഷത്തില്? മീരാബായിയെ പോലെ അല്ലേ? നിങ്ങൾ എങ്ങനെ മീരാബായി ആവൂ? ഇന്നത്തെ ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാളല്ലേ? കൃഷ്ണന്റെ ഏറ്റവും ഇഷ്ടഭക്തയായ മീരാബായിയുടെ വേഷം ഇട്ടേക്കുന്നേ. പൂതന വേഷം കെട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നേനെ. എന്താ ബോബി? ഒന്നുമില്ല. കൃഷ്ണ ജയന്തിയുടെ അന്ന് എല്ലാരും കൃഷ്ണവേഷമല്ലേ കെട്ടാറ്, അല്ലെങ്കിൽ ഗോപികമാരുടെ വേഷം കെട്ടും. നിങ്ങളെന്താ ഇങ്ങനെ മീരാബായി വേഷത്തില്? കൃഷ്ണന്റെ വേഷം അണിയാനായിട്ട് ഞാനൊരാണല്ലോ ബോബി. ഗോപികയുടെ വേഷം അണിയാനായിട്ട് വയസ്സ് അനുവദിക്കുന്നുമില്ല. അതുകൊണ്ടാ ഈ മീരാബായിയുടെ വേഷം അണിഞ്ഞത്. പാവം ഒന്ന് ശ്രീകൃഷ്ണന്റെ ജന്മദിനമല്ലേ, എന്തിനാ ഈ നല്ല ദിവസത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഇല്ല ബോബി, മീരാബായിയെ പോലെ ഭജന പാടും. ചെവി പൊട്ടി ചോര വരും. ആർക്ക്? കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ. പോ ബോബി, നിനക്ക് എപ്പോ കണ്ടാലും എന്നെ കളിയാക്കല. ഇങ്ങനെ വേഷം കിട്ടിയാ മറ്റുള്ളവർക്ക് ആ നാണക്കേട്. അതുപോട്ടെ, അവരെ ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അപമാനപ്പെടുത്തിയില്ലല്ലോ, ആലോചിച്ചെടുത്ത ഐഡിയ അല്ലേ? ആറ് ബോറനായിട്ടുണ്ട് ബോബി. അതൊന്നും അല്ല കാര്യം. ഇന്നത്തെ ദിവസം ആർക്കൊക്കെ മനോധൈര്യം ഉള്ളതെന്ന് മനസ്സിലാവും. വീട്ടിലേക്ക് കൃഷ്ണ ഭഗവാനാണോ അതോ ആംബുലൻസ് ആണോ വരുന്നതെന്ന് കണ്ടറിയാം. എന്താ നീ അങ്ങനെ പറഞ്ഞേ? എന്താ ഇത്ര സംശയം? എനിക്ക് മനോധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. മറ്റുള്ളവർ ഈ വേഷം കണ്ട എങ്ങനെ താങ്ങുക? കൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ ജന്മദിനത്തിൽ തന്നെ എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം? ബോബി, നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തിയും നിങ്ങളെ കാണുന്നില്ലെന്ന് അന്വേഷിക്കാം. വേഗം വാ. എന്നാ പോകാം.
ശ്യാമമേഘമോ മുരളീ മൃദുരവമോ കായാഭൂവോ ശ്യാമമേഘമോ മുരളീ മൃദുരവമോ. ഭാവനെ അലങ്കാരമൊക്കെ കഴിഞ്ഞോ? ആ എല്ലാം കഴിഞ്ഞമ്മേ. കൃഷ്ണ ഭഗവാനെ കാണാൻ എങ്ങനെയുണ്ടമ്മേ? നല്ല ഭംഗിയായിട്ടുണ്ട് മോളെ. അത് പിന്നെ ബസ്സോട് പോയി. കൃഷ്ണപാത ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയാണോ? ഇല്ലമ്മേ, കൃഷ്ണൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. കൃഷ്ണൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്, പിന്നെ അവിടെ എന്ത് റെഡിയാക്കാനാ? ഉണ്ണിക്ക് കൃഷ്ണന്റെ വേഷവും അനുവിനും കീർത്തിയും ഗോപികമാരെ വേഷത്തിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അവരെ ആ വേഷത്തിൽ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണമ്മേ. അവരുടെ ഗെറ്റപ്പ് ഒക്കെ പിന്നെ ആദ്യം എന്നെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. പ്രണയാഞ്ജലി പ്രണവാഞ്ജലി എന്താരും മിണ്ടാത്തെ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നിങ്ങളെ കാണുമ്പോ തന്നെ എല്ലാവരുടെയും ബോധം പോവുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു മാഡം, വീട്ടില് കൊച്ചു കുട്ടികളുണ്ട്, പുതുതായി കല്യാണം കഴിഞ്ഞ മരുമക്കളുണ്ട്, നിങ്ങളെ കണ്ടാ പേടിച്ചു പോകുമെന്ന് വകവയ്ക്കാതെ ഇങ്ങോട്ട് വന്നത്. നോക്കെടുത്തി ഈ ബോബി എന്നിട്ട് കളിയാക്കുന്നേ. ഏട്ടത്തി പറ, ഈ വേഷത്തിൽ ഞാൻ സുന്ദരിയല്ലേ? ഏട്ടത്തിക്ക് എന്ത് വേഷം ഇട്ടാലും നല്ല ഭംഗിയാ. ശ്രദ്ധിച്ച് കേൾക്ക് ബോബി, എന്റെ ഏട്ടത്തിയുടെ മനസ്സ് തട്ടിയുള്ള വാക്കുകൾ. അങ്ങനെ പറയാതെ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യാവില്ലേ? അങ്ങനെയൊന്നും അല്ല ബോബി, എന്റെ ഏട്ടത്തി മീരാബായിയെ പോലുണ്ട്. താങ്ക് യു ഏട്ടത്തി. ഇനി നിങ്ങൾ രണ്ടുപേരും പറ, ഞാൻ എങ്ങനെയുണ്ടെന്ന്. അയ്യോ ഏട്ടത്തി, വോമിറ്റിംഗ് വരുമ്പോൾ തോന്നുക. വേഗം പറ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? നിങ്ങളെ അഭിനന്ദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ അത് തോന്നണ്ടേ? എടാ ബോബി, നിനക്ക് എന്നെ കണ്ടിട്ട് അസൂയല്ലടാ. ഞാൻ ഇതുപോലെ പുറത്തു പോയാലുണ്ടല്ലോ. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തു കളയരുത്. സമാധാനത്തോടെ കഴിയുന്ന ഈ നാട്ടില് സുനാമി വന്നതുപോലെ ഉണ്ടാവും. ഏട്ടത്തി, ബോബി പറഞ്ഞത് കറക്റ്റാ. എന്താ രണ്ടും കൂടി കുശുകുശിക്കുന്നേ? ആന്റിയെ കണ്ടിട്ട് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശരി. എന്ത് കോല ഇളയമേ ഇത്? മീരാബായിയുടെ വേഷടാ. എന്തോന്ന് ബായി? മീരാബായി, കൃഷ്ണന്റെ ലവർ. ഏട്ടാ, ഞാൻ വല്ല പൊട്ടക്കിണറിലും ചാടാൻ പോവാ. ഇതൊന്നും കാണാൻ എന്നെ കൊണ്ട് ആവില്ല ഏട്ടാ. എന്താടോ കൊച്ചുമോനെ നീ ഇങ്ങനെ പറയുന്നേ? പിന്നെ വേറെ എന്താവാൻ പറയണ്ടേ? വർഷത്തിൽ ഒരിക്കൽ വരാറുള്ള കൃഷ്ണന്റെ ജന്മദിനത്തില് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് എല്ലാവരും വീട്ടിൽ കൃഷ്ണന്റെ പാദ പൂജ ചെയ്യും. ഇളയമ ധരിച്ച വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഭൂമിയിലേക്ക് പോലും വരത്തില്ല. വളരെ ശരിയാണ് സാർ. ചേട്ടാ ബോബി, എന്നോട് കളിക്കല്ലേ, നിന്റെ നെഞ്ചി ഞാൻ കുത്തിയിറക്കും. അത് സത്യം ഇളയമേ. ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണനെ നരകാസുരന്റെ കയ്യിൽ നിന്ന് ഭാര്യ സത്യഭാമയെ രക്ഷിച്ചത്. ഇപ്പൊ ഇളയമയുടെ അടുത്തുനിന്ന് പാവം അദ്ദേഹത്തെ ആര് രക്ഷിക്കും? നോക്കേട്ടത്തി, എല്ലാരും കൂടി എന്നെ കളിയാക്കുന്നേ. ആര് കളിയാക്കിയാലും ഏട്ടത്തി നല്ല സുന്ദരിയാ. കുട്ടികൾ റെഡിയായോ എന്ന് പോയി നോക്കിയിട്ട് വാ. കൃഷ്ണ Bye.
അനു, കീർത്തി, റെഡിയായോ? എങ്ങനെയുണ്ട് അച്ഛാ കാണാൻ? ഒരുപാട് ഭംഗിയുണ്ട്. നല്ല ചുന്ദരി കുട്ടികളായിട്ടുണ്ട്. അമ്മയാ ഞങ്ങളെ റെഡിയാക്കി വിട്ടത്. ഈ കുട്ടി ഗോപികമാര് എങ്ങനെയുണ്ട്? സാക്ഷാൽ കൃഷ്ണഭഗവാൻ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ ശ്രീകൃഷ്ണ ജയന്തി ഒരിക്കലും ഞാൻ മറക്കില്ല. മറന്നു പോകണം. എന്താന്ന് വെച്ചാ എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തി വരും. അപ്പൊ ഈ ഗോപികമാര് പിന്നെയും സുന്ദരികളാവും. ഓക്കെ മൈ ലിറ്റിൽ ഏഞ്ചൽസ്, അച്ഛനൊരു ഉമ്മ വന്നേ. ഓക്കെ, അമ്മയ്ക്ക് ഒരെണ്ണം കൊടുക്ക്. അനു, കീർത്തി, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുക്കിയതല്ലേ അമ്മ? ഫസ്റ്റ് അവിടെയാണ് ഉമ്മ കൊടുക്കേണ്ടത്. സാരമില്ല, കുട്ടികളെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. കുഞ്ഞു ഗോപികമാര് വന്നട്ടെ. ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട് അപ്പൂപ്പാ? മോള് സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ ഞാനോ? നിന്നോട് പ്രത്യേകം പറയണോ? എന്നാൽ മോളും സുന്ദരിയാ. ഏയ് അനു, കീർത്തി, എന്ത് ഭംഗിയുണ്ടെന്നറിയോ? സൂപ്പർ ആയിരിക്കുന്നു മക്കളെ. എടുത്തി കുഞ്ഞുങ്ങളെ നോക്കി കാണാൻ എന്തോ ഒരു ഭംഗിയാ. വസു കുട്ടികളെ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയല്ലേ അമ്മേ? ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട് അമ്മമ്മ? ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയുണ്ട് രണ്ടുപേരും. അയ്യോ, എന്തൊരു ക്യൂട്ടായിട്ടുണ്ടെന്നറിയോ. എന്നെ അങ്ങ് ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഏട്ടാ, ഞാൻ എങ്ങനെയുണ്ട്? ഇതെന്താ അവതാരവാടി? എന്തേട്ടാ, ഏട്ടന് ഇഷ്ടായില്ലേ? എന്താ ഇത്? എത്ര പ്രാവശ്യം പറയണം? നോക്കേട്ടാ, എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടാലും ഈ ബോബി ഇടയ്ക്ക് വന്ന് എന്നെ കളിയാക്കും. ബോബിക്ക് മാത്രമല്ല ഇളയമേ, ഞങ്ങൾക്ക് എല്ലാവർക്കും കോമഡി ആയിട്ടാ തോന്നുന്നേ. ആവശ്യമില്ലാതെ മീരാബായിക്കുള്ള മര്യാദയും കളഞ്ഞു. സത്യമാണോ ഏട്ടാ? അങ്ങനെയൊന്നുമില്ല മോളെ. എന്നാലേ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള വേഷം കെട്ടരുത്. ആ മോളെ ബസു, ഉണ്ണി ഇവിടെ? അവനെ കണ്ടില്ലല്ലോ. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ അവൻ. ഉണ്ണി